Good morning to all. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഭാഗമാണ്. കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി സ്കാറ്ററിങ്ങിൻ്റെ ഭാഗം കവർ ചെയ്തു. സോ ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കേസിൽ നിങ്ങൾ ഓൾറെഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഷ്രോഡിംഗറിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് അഡ്രസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് ബേസിക്കലി റിലേറ്റിവിസ്റ്റിക് ഫിനോമിനൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മളവിടെ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റുമായിട്ട് കമ്പയറബിൾ ആണോ, നമ്മുടെ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഇൻ എ മീഡിയം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കമ്പയറബിൾ ടു എന്നുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിലേറ്റിവിസ്റ്റിക് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ കേസ് നിങ്ങൾ ഓൾറെഡി ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ കേസ് പഠിച്ചു കഴിഞ്ഞു. സ്പെഷ്യൽ ഓഫ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ മെയിൻ ഭാഗമാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ കേസിലാണെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നതായിരിക്കണം ഇൻവാരിയൻ്റ് ആയിരിക്കണം. നമ്മളൊരു ഫ്രെയിം ടു നെക്സ്റ്റ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ചേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കണം വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവാരിയൻ്റ് ആയിരിക്കണം. പക്ഷേ ഒരു ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ കേസിൽ ആ ഒരു കേസിൽ അത് വാരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ ലോറൻസ് ഫോർമേഷൻ ഫോളോ ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ലോറൻസ് ഫോർമേഷൻ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് വെലോസിറ്റി പറയുന്ന സമയത്ത് നമുക്കറിയാം ഡിസ്കഷനിൽ വരുന്നതാണ് അതിൻ്റെ വെലോസിറ്റി അപ്രോക്സിമേറ്റ് ടു സി എന്ന് പറയുന്ന കേസിൽ എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ കേസിലും ഈ വെലോസിറ്റി ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യുന്നു പറയുന്നത് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഷ്രോഡിംഗർ ഇക്വേഷൻ മെയിൻലി നോട്ട് സേയിങ് അബൌട്ട് എനി സ്പെഷ്യൽ റിലേറ്റിവിസ്റ്റിക് ഫിനോമിന ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, സോ ഈ ഒരു റിലേറ്റിവിസ്റ്റിക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ആൻഡ് ജോർഡാൻ എന്ന് പറയുന്ന രണ്ട് പേർ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫോക്ക് ആൻഡ് ജോർഡാൻ ഉണ്ട്, 3 പേരുണ്ട്. ഓക്കെ, ആൻഡ് ഗോർഡൻ. സോ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത സ്റ്റഡീസിൽ നിന്നാണ് നമുക്ക് ക്ലീൻ ആൻഡ് ഗോർഡൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. റിലേറ്റിവിസ്റ്റിക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ റിലേറ്റിവിസ്റ്റിക് സെക്കൻഡ് ഓർഡർ വേവ് ഇക്വേഷൻ ആണ് ക്ലീൻ ആൻഡ് ഗോർഡൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലീൻ ആൻഡ് ഗോർഡൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ആ ഡിറൈവ് ചെയ്തിട്ട് ക്ലീൻ ആൻഡ് ഗോർഡൻ ഇക്വേഷൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സും ഡിസ്കസ് ചെയ്യാമെന്നാണ് മെയിനായിട്ട് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഡ്രോബാക്സ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് ആ ഡ്രോബാക്സ് എന്താണെന്നുള്ളതനുസരിച്ച് അത് ഓവർകം ചെയ്യുന്ന പുതിയൊരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. സോ ഇന്ന് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ക്ലീൻ ആൻഡ് ഗോർഡൻ ഇക്വേഷൻ. ക്ലീൻ ആൻഡ് ഗോർഡൻ ഇക്വേഷൻ നോർമലി അപ്ലൈ ചെയ്യുന്നത് ഒരു 4 ഡയമെൻഷണൽ സ്പേസ് ആണ്. 4 ഡയമെൻഷണൽ സ്പേസ്, 4 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, x1 x2 x3 ദെൻ ICT എന്ന് പറഞ്ഞ് നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ 4 ഡയമെൻഷൻ റെപ്രസെൻ്റ് ആണ്. സോ ഒരു 4 ഡയമെൻഷണൽ സ്പേസ് അതിന് നമ്മൾ മിങ്കോവ്സ്കി സ്പേസ് എന്ന് പറയും. മിങ്കോവ്സ്കി സ്പേസ് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ കേസിൽ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോ ഡൈനാമിക്സ് പറഞ്ഞ പോലെ ക്വാണ്ടം മെക്കാനിക്സിന് നമുക്ക് റിലേറ്റിവിസ്റ്റിക് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ മിങ്കോവ്സ്കി സ്പേസിൽ നോർമലി വരിക ഒന്നുകിൽ എന്ത് ചെയ്യാം XYZ ICT എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ x1 x2 x3 ദെൻ x4 എന്ന് പറയുന്നതിനെ നമ്മൾ ICT എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സോ ഇങ്ങനെ 4 ഡയമെൻഷനിൽ നമ്മളൊരു കോർഡിനേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുക, അതിനാണ് മിങ്കോവ്സ്കി സ്പേസ് എന്ന് പറയുന്നത്. സോ മിങ്കോവ്സ്കി സ്പേസിൽ നമ്മൾ മൊമെൻറ്റം വെക്ടറിനെ അല്ലെങ്കിൽ മൊമെൻറ്റം ഓപ്പറേറ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ which can represent as -IH cross dou by dou XU എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വേർ മ്യൂ എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയുന്ന വാല്യൂസ് ആണ്. ഇത് 1 2 3 4 എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ ഡോ x1 എന്ന് വരും, മ്യൂക്ക് 1 കൊടുത്താൽ mu equal to 2 means dou x2 എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡ്സ് upon that operation it will varies. So P of u എന്ന് പറഞ്ഞാൽ it's a component of the for momentum vector. Okay, P of mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a component of the
for momentum space അല്ലെങ്കിൽ momentum okay momentum vector അല്ലെങ്കിൽ momentum space എന്ന് പറയും okay then p4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം p4 എന്താണ് എന്താ p mu equal to 4 എന്ന് പറഞ്ഞ കേസിൽ p4 is equal to I by c into e എന്ന് പറയാം എങ്ങനെ ഇത് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ ഇക്വേഷന് ഞാൻ എന്ത് 1 എന്ന് കൊടുത്തു okay this is 2 then നമ്മുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന p എന്നുള്ള വാല്യൂസ് നമുക്ക് ഈ ഒരു ഫോം എഴുതാം p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ small p I by c e ഈ റെപ്രസെന്റേഷൻ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p1 p2 മൊമെന്റം സ്പേസിൽ p1 p2 p3 എന്ന് പറഞ്ഞതിനെയാണ് ബേസിക്കലി ഇവിടെ p എന്ന് റെപ്രസെന്റ് ചെയ്തത് അതായത് x1 x2 x3 എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത പോലെ മൊമെന്റം വെക്ടേഴ്സിനെ p1 p2 p3 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ റെപ്രസെന്റേഷൻ ആണ് സോ I by c എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ഇറ്റ്സ് p4 p4 is equal to I by c e എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം സോ സ്പേസ് ടൈം കോർഡിനേറ്റിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം സ്പേസ് ടൈം കേസിലാണെങ്കിൽ നമ്മളെ സ്പേസ് ടൈം കോർഡിനേറ്റ് ഫോർ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് x is equal to okay x or r okay x is equal for like r is equal to okay r comma ict എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന പോലെ okay so നമ്മുടെ x ന്റെ ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും x ict എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം അവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ സ്പേസും ഒരു ടൈം സ്പേസും കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് okay so നമ്മൾ ഇക്വേഷൻ 1 and 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ equation 1 and 2 consider ചെയ്യുകയാണെങ്കിൽ will be getting p4 equal to p4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു I by c e എന്ന് പറഞ്ഞു അല്ലേ സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും മൈനസ് ഐ എച്ച് ക്രോസ് പി മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പി മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് മ്യൂ എന്നാണ് സോ അവിടെ നമുക്ക് x4 എന്ന് കൊടുക്കാം ഡോ x4 ഓക്കെ നമ്മൾ x4 ഐ സി ടി എന്ന് കൊടുത്തു വെച്ചോ I C T എന്ന് പറഞ്ഞ് കൊടുക്കുക അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക then what is p4 p4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you'll be getting minus IH cross dou by dou ICT എന്ന് വരും IH cross dou by dou ICT എന്ന് വരും സോ ഓക്കെ അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതിയ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതേപോലെ തന്നെ p4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് p4 is equal to minus I by c into e okay I by c into e എന്ന് എഴുതിയിട്ടുണ്ട് സോ e by c equal to minus IH cross dou by dou ICT which is equal to H cross IC dou by dou t എന്ന് വരും ഓക്കെ സോ ഇവിടെ ഓർ നമുക്ക് എഴുതാൻ പറ്റുന്നത് E equal to IH cross dou by dou t എന്ന് എഴുതാം ഓക്കെ സോ സിയും ക്യാൻസൽ ആയി so then you will be getting this is what E by C okay E by C equal to minus H cross IC by dou t or E equal to IH by dou by dou t so ഇതിനെ നമ്മൾ എന്ത് ചെയ്യും തേർഡ് ഇക്വേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു സോ ഇനി നമുക്കറിയാം മൊമെന്റം ഓപ്പറേറ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് we can written as P cap is equal to minus IH cross delta. So if it is your fourth equation, 3 and 4 consider ചെയ്ത് കഴിഞ്ഞാൽ you have a 3 and 4 equation ആണ് നമ്മൾ ലോറൻസ് കോവാരിയന്റ് എന്ന് പറയുന്നത് ഓക്കെ ലോറൻസ് കോവാരിയന്റ് ഓക്കെ സോ ലോറൻസ് കോവാരിയന്റ് എന്ന് കൺസിഡർ ചെയ്തു
then quantum mechanics wave function consider ചെയ്യുകയാണെങ്കിൽ E cap psi of RT equal to H cap psi of RT എന്ന് എഴുതാം അല്ലേ? ഓക്കെ, സോ H is equal to എന്താണ്? H is equal to P square by 2m ആണ്. സോ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും E എന്ന് പറഞ്ഞാൽ എന്താണ്? I H cross dou by dou T ആണ്. ഓക്കെ, ഇൻറ്റു psi of RT എന്ന് എഴുതാം. ഓക്കെ, which is equal to minus H square by 2m. Okay, dou square psi of RT. Okay, P എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് P equal to minus I H cross delta E equal to I H cross dou by dou T. സോ ഇവിടെ P സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്നിട്ടും H സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഡെൽ സ്ക്വയർ എം ബൈ ഈ ഫോമിലാണ്. സോ ദിസ് ഈസ് മൈ ഫിഫ്ത്ത് ഇക്വേഷൻ, ദിസ് ഈസ് മൈ സിക്സ്ത് വൺ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലേ? ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഫ്രീ പാർട്ടിക്കിൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഇൻ നോൺ റിലേറ്റിവിസ്റ്റിക് ഫ്രെയിം, നോൺ റിലേറ്റിവിസ്റ്റിക് ഫ്രെയിം. ഓക്കെ, ദെൻ ദാറ്റ്സ് ഇറ്റ്. വേർ ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പം ഈ ഒരു ഫോമിനെ ഡോ ടി എന്ന് എഴുതുകയാണെങ്കിൽ ഐ എച്ച് ക്രോസ് ചിലതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡോട്ട് ടി എന്ന് മാത്രമേ കാണുള്ളൂ. psi ആർ ടി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ 2m ഡെൽ സ്ക്വയർ psi ഓഫ് ആർ ടി എന്നുള്ള ഫോമിൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഡോട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡോ ബൈ ഡോട്ട് ടി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ്പ്രഷൻ ഓഫ് എനർജി ഓക്കെ, വിച്ച് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4 എന്ന് പറഞ്ഞു. സോ ഇഫ് യു ടേക്ക് ദിസ് ആസ് എ സെവൻത്ത് ഇക്വേഷൻ, ഓക്കെ, നമ്മൾ കാരണം ഇവിടെ നമുക്ക് എന്താണ് എച്ച് ആണുള്ളത് അല്ലേ? സോ ഇതിനെ റൂട്ട് എന്ന് എടുക്കുന്ന പകരം സ്ക്വയറിങ് ഇതിനെന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിങ് ഇക്വേഷൻ 7. ഓക്കെ, അതുപോലെ തന്നെ n5. നമുക്ക് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4 കിട്ടും. അതുപോലെ ഇ സ്ക്വയർ ഫിഫ്ത്ത് ഇക്വേഷൻ എന്താണ്? ഇ സ്ക്വയർ ഇ സൈ ഓഫ് ആർ ടി ഈക്വൽ ടു എച്ച് സൈ ഓഫ് ആർ ടി എന്നാണോ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സൈ ഓഫ് ആർ ടി എന്നുള്ള ഫോമിലിട്ട്. ഓക്കെ, സോ നമ്മുടെ എയിം എന്താണ്? ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ ഇൻ റിലേറ്റിവിസ്റ്റിക് ഫ്രെയിമിൽ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഐ എച്ച് ക്രോസ് ഡോ ടി ബൈ ഡോ ആർ ടി ഓൾ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, സോ ഐ എച്ച് ക്രോസ് I minus I h cross dot t. Okay, dot t square, sorry, dot t square psi of r t എന്നുള്ളതാണ് വരിക. then h square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയർ എടുക്കാൻ പറ്റും അല്ലേ? ഫൈൻ. സോ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
Okay, let me just remove this one. Okay, so നമ്മൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ e സ്ക്വയർ എന്ന് കിട്ടും. So which is equal to minus h square dou square psi of rt divided by dou t square equal to c square into p square, okay, plus m square c square എന്നുള്ള ഫോമിൽ എഴുതാം. അവിടെ എന്താണ് c square ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്തു. ഓക്കെ, psi of rt എന്ന് എഴുതി. ഓക്കെ, h സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ മൈനസ് h സ്ക്വയർ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സ്ക്വയർ c സ്ക്വയർ ഡോ സ്ക്വയർ psi of rt divided by dou t square equal to minus h square delta square എന്ന് വരും. ഓക്കെ, okay, delta square, okay, delta square yeah, p ന്റെ പീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ എന്താ കൊടുത്ത പീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇതിനെ പീക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ഡെൽറ്റ എന്നുള്ളത്. സോ മൈനസ് ഐ എച്ച് സ്ക്വയർ എം സ്ക്വയർ സി സ്ക്വയർ psi of rt എന്നത്. ഓക്കെ, സോ മൈ ഇക്വേഷൻ 8. ദെൻ നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഹാവിങ് del square minus m square c square by h square. ഓക്കെ, ഈ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അറിയാം. ഓക്കെ, del square minus h square c square, ഓക്കെ, മൈനസ് h സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം വിച്ച് ഇസ് ഈക്വൽ ടു 1 by c സ്ക്വയർ. മൈനസ് h സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 by c സ്ക്വയർ ഡോ സ്ക്വയർ psi of rt. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഡിവൈഡഡ് ബൈ മൈനസ് h ഡോ സ്ക്വയർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഡോ സ്ക്വയർ psi ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഫോമിലേക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഇനി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എം സി ബൈ എച്ച് ക്രോസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, എം സി ബൈ എച്ച് ക്രോസ് ഈക്വൽ ടു കെ പ്രൊപ്പഗേഷൻ വെക്ടറിൻ്റെ ഫോമിൽ. ഓക്കെ, ദിസ് ഈസ് അവർ 9th ഇക്വേഷൻ. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് del square മൈനസ് 1 by c സ്ക്വയർ. ഇവിടെ psi of rt ഉണ്ട്. ഓക്കെ, del square minus c square dou square by dou t square minus k square. Okay, psi of rt equal to 0. So or else you can write as del square operator del minus k square psi of rt equal to 0. ഓക്കെ, ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ എന്ന് പറയുക. ഈ രണ്ട് ഇക്വേഷനെയാണ് നമ്മൾ ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇതിൽ ഡെൽ എന്ന് ഈ ഒരു സ്ക്വയർ ഓപ്പറേറ്റർ ഓക്കെ, ഡെൽ എന്ന് പറയുന്ന ഈ സ്ക്വയർ ഓപ്പറേറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ഡി ആലംബേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഇത് സംടൈംസ് എന്താണ് ഡെൽ സ്ക്വയറിൻ്റെ ഫോമിലും റെപ്രസെൻ്റ് ചെയ്ത് കാണാറുണ്ട്. ഡെൽ ഓർ ഡെൽ സ്ക്വയറിൻ്റെ ഫോമിലും കാണാറുണ്ട്. അപ്പം
തങ്കപ്പല്ല് ഡെൽ ആയിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഡെൽ മൈനസ് കെ സ്ക്വയർ psi of rt equal to 0. So what is del? Which is equal to dou mu. Okay, so del square minus 1 by c square dot t square. Dot t എന്ന് പറയുന്നത് എന്താണ്? Dot equal to dou by dou t. Okay, fine. Where dou mu equal to dou by dou x mu എന്ന് പറയാം. Okay, so mu ന്റെ വാല്യൂ 1 2 3 ആവാം. Mu can be 1 2 3 4 or like x1 x2 x3 x4 something. Okay, basically ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽ സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ ഐ സി ടി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് നമുക്കിത് കിട്ടുക. സോ ഈ ഒരു ഇക്വേഷൻ 11 എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഓർ 10th ഇക്വേഷൻ. സോ ഇതിനാണ് നമ്മൾ ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ ഡെൽ മൈനസ് കെ സ്ക്വയർ psi of rt എന്നാണ്. സോ ഇതാണ് റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ ഇൻ സെക്കൻഡ് ഓർഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോമിനെയാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് ക്ലീൻ വേവ് ഇക്വേഷൻ ഇൻ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ്റെ കേസിൽ വരുന്ന ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ, ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ, ഓക്കെ, ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ വേവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഫോമിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സിമ്മട്രിക്കൽ ആണ്. ഓക്കെ, സിമ്മട്രിക്കൽ സ്പേസ് ആൻഡ് ടൈമിൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് സെക്കൻഡ് വൺ. ദെൻ ലോറൻസ് കോവാരിയൻറ്റിൻ്റെ പ്രസൻസ്, ലോറൻസ് കോവാരിയൻറ്റ് പ്രസൻ്റ് ആണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ സോറി, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ സെക്കൻഡ് ഓർഡർ ആണ്, ഡ്രോബാക്ക് അല്ല, സോറി. ഓക്കെ സോറി. സോ ഇക്വേഷൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ലോറൻസ് കോവാരിയൻ്റ് ആണ്, സിമ്മട്രിക്കൽ സ്പേസ് ടൈം ആണ്, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. സോ ഇനി ഡ്രോബാക്ക് പറയുമ്പോൾ ഓക്കെ ഫൈൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് സെക്കൻഡ് ഓർഡർ ആണ് എന്നുള്ളത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കാരണം എന്താണ്, ഫസ്റ്റ് ഓർഡർ വേവ് ഇക്വേഷനെ ഓക്കെ സെക്കൻഡ് ഓർഡർ വേവ് ഇക്വേഷൻ ആയിട്ടാണ് ഇതുള്ളത്. സോ എന്താണ്, ടു ഡിഫിക്കൽട്ട് ടു സോൾവ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് psi of t എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓർഡറിൻ്റെ കേസ് എന്താ വരിക, psi of t എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ u0 t0 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ നോർമലി ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ ആ ഒരു കേസിലെല്ലാം നമ്മളെ ഓർഡർ ഓഫ് ഈ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓർഡറിലാണുള്ളത്. സോ ഈ ഫസ്റ്റ് ഓർഡർ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേറ്റിവിസ്റ്റിക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഈ ഒരു ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് എനർജി പ്രസൻ്റ് ഉണ്ട്, നെഗറ്റീവ് എനർജി കോമ്പണൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് നെഗറ്റീവ് എനർജി വരുന്നത്, കാരണം എന്താണ്, നമ്മൾ എനർജീൻ്റെ ടേം റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇ സ്ക്വയർ ഇക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. സോ ഇവിടെ എന്താണ്, എച്ച് ന്യൂ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ സി സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ്
പി എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് കെ എന്നാണെങ്കിൽ എച്ച് ക്രോസ് കെ സ്ക്വയർ എം സ്ക്വയർ സി റേസ് ടു 4 എന്ന് വരും. സോ എച്ച് ക്രോസ് ഒമേഗൻ്റെ വാല്യൂ നമ്മൾ കാണുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് സി സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ് ഇവിടെ കെ സ്ക്വയർ ഉണ്ട്, കെ സ്ക്വയർ എം സ്ക്വയർ സി റേസ് ടു 4 എന്ന ഫോമിലാണ് അതിൻ്റെ വാല്യൂസ് വരിക. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ് വരിക. സോ നെഗറ്റീവ് എനർജീൻ്റെ ഒരു ഇൻക്ലൂഷൻ വരുന്നുണ്ട് അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ. ഓക്കെ, തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണാൻ ഈ ഒരു കേസിൽ ഡിഫിക്കൽട്ടാണ്. നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ ആർ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സൈ ഓഫ് ആർ ടി സ്ക്വയർ എന്ന് പറയും. അതുപോലെ കറണ്ട് ഡെൻസിറ്റി. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റീൻ്റെ വാല്യൂ എന്താണ്, നെഗറ്റീവായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഈക്വേഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ സൈ സ്റ്റാർ. ഓക്കെ, സോ ദിസ് ഈസ് അവർ 12th equation. Okay, so del square minus 1 by c square നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്ലീൻ ജോർഡാൻ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 1 by c square dou square by dou t square equal to അല്ലെങ്കിൽ minus k square equal to k square or minus k square. Okay, so ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ dou square psi by dou t square equal to c square del square psi minus m square c raised to 4 by h cross square psi എന്ന് പറഞ്ഞ ഫോമിലാണ് അതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ psi star ഫ്രം ലെഫ്റ്റ് അതുപോലെ psi ഫ്രം റൈറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ്റെ മൾട്ടിപ്ലൈ ആണെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് കേസിൽ psi star ബൈ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് psi star is equal to dou square psi by dou t square is equal to c square psi star del square psi minus m square c raised to 4 divided by h square psi star psi m. Okay, then dou square psi by dou t square psi star psi equal to c square del square psi star psi minus m square c raised to 4 divided by h cross square psi star psi. Okay, so equation നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. So then we will take psi star dou square psi by dou t square minus dou square psi star divided by dou t square psi equal to c square into. Okay, so equation അതിന് മുമ്പ് എന്ത് ചെയ്യാം, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ എം സ്ക്വയറിനോട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഓക്കെ, psi star del square psi minus del square
psi star psi. Okay. ഇവിടെ ഒരു -h×2m നോട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ വിത്ത് -h×2m node. Okay, then you will be getting the solution. Okay, so then dou by dou t dou rho of dou t plus del dot j rt equal to 0. Okay, so here equation dou by dou t rho by dou t del dot j rt എന്ന് പറയുന്ന ഈ ഇക്വേഷനെയാണ് നമ്മൾ അതിന്റെ ഡെൻസിറ്റി ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 13th equation. Okay, a rho of dot okay, I think somewhere I have written this allado somewhere. Okay, this should be okay. So എന്താണ് similar to എന്താണ് del dot j equal to dou rho by dou t. So ഒരു equation of continuity ന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്തു ആ ഇക്വേഷനെ കിട്ടി. So dou rt equal to minus ih cross by 2m psi star dou psi by dou t minus psi dou psi star by dou t. So ഇവിടെ minus ih cross by 2m ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ minus ih cross by 2m എന്നാണ് ഇക്വേഷൻ. ഓക്കെ, okay. So j of rt equal to minus ih cross by 2m psi star delta psi minus psi delta psi star. Okay, so ഒന്നെന്താണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇത് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ്, ചാർജ് ഡെൻസിറ്റി ആണ്, എന്താണ് കറണ്ട് ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ഇതിന്റെ കോവാരിയന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, കോവാരിയന്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഡോ മ്യൂ ജെ മ്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 where j can be written as JIC 0. So okay, IC rho എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ നേരത്തെ കറക്റ്റ് ചെയ്ത് SRT എന്നാണ് തോന്നുന്നു. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റിന്റെ കേസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റിയും ചാർജ് ഡെൻസിറ്റിന്റെ കേസ് എന്താണ്, ഇതിന്റെ വാല്യൂസിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി എന്നുള്ള ഫോം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്. ഈ ഭാഗം നോക്കാം. ഫൈൻ.